അഷ്കർ, നേരത്തെ തന്നെ ഈ സുജിത് ദാസിനെതിരായ സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളിൽ കസ്റ്റംസ് ഒരു പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഈ ഗോൾഡ് അപ്രൈസർ ഉണ്ണികൃഷ്ണനുമായി ബന്ധപ്പെട്ട ആരോപണം അൻവർ ഉന്നയിക്കുന്നു. എന്താണ് ഉണ്ണികൃഷ്ണന്റെ റോൾ? ഒപ്പം ഈ ഡാൻസ് ഓഫ് സംഘം ഏത് രീതിയിലാണ് അവിടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്? വിനിത, കരിപ്പൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്വർണ്ണക്കടത്ത് സംഘം അത് വലിയ തോതിലേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിന് പിന്നിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസിനും ADGP അജിത് കുമാറിനുമടക്കം വലിയ ബന്ധമുണ്ട് എന്നാണ് PV അൻവർ ആരോപിക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം, മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പോലീസ് സ്വർണം പിടിച്ച, കസ്റ്റംസിനെ വെട്ടിച്ച് കടത്തിയ സ്വർണം പോലീസ് ഏറ്റവും കൂടുതൽ പിടികൂടിയത് അത് മുൻ SP ആയിരുന്ന മലപ്പുറം മുൻ SP ആയിരുന്ന സുജിത് ദാസ് ഇവിടെ ജില്ലാ പോലീസ് മേധാവിയുടെ ചുമതലയിൽ ഉണ്ടായിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കേസുകൾ സ്വർണം പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ തന്നെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഒരു വിഭാഗത്തിൻ്റെ സ്വർണം കടത്തി വിട്ടുകൊണ്ടാണ് മറുവിഭാഗത്തിൻ്റെ സ്വർണം സുജിത് ദാസ് അടങ്ങുന്ന പോലീസ് സംഘം പിടികൂടുന്നതെന്നായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. അതിനോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിക്ക് കീഴിലുള്ള ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ടും ഇത്തരത്തിൽ സ്വർണം പിടികൂടുന്നതായും ആരോപണമുണ്ടായിരുന്നു. എന്തായാലും അന്ന് പിടികൂടുന്ന സ്വർണ്ണങ്ങളൊക്കെ തന്നെ അതിൻ്റെ രേഖകൾ ഹാൻഡിൽ ചെയ്തിരുന്നത് കരിപ്പൂർ എയർപോർട്ട് ഉൾപ്പെടുന്ന കരിപ്പൂർ പോലീസ് തന്നെയായിരുന്നു. ആ കരിപ്പൂർ പോലീസിനെതിരെയും ഡാൻസ് ഓഫിനെതിരെയും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസിനെതിരെയുമാണ് ഇപ്പോൾ PV അൻവർ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്. അന്ന് പിടികൂടിയ സ്വർണ്ണത്തിൽ വലിയ തോതിൽ തട്ടിപ്പ് നടന്നിരുന്നു എന്നുള്ളതാണ്. കാരണം പോലീസ് പിടികൂടുന്ന സ്വർണ്ണത്തിൻ്റെ വലിയൊരു ഭാഗം പോലീസ് അടിച്ചു മാറ്റി ബാക്കിയുള്ള ഭാഗം മാത്രമാണ് രേഖകൾ കാണിച്ചിരുന്നത് എന്നാണ് അൻവർ ഉന്നയിക്കുന്ന ആരോപണം. ഇതിനുമായി കരിപ്പൂരിലെ കസ്റ്റംസിൻ്റെ ഗോൾഡ് അപ്രൈസറായിട്ടുള്ള കൊണ്ടോട്ടി സ്വദേശി ഉണ്ണികൃഷ്ണന് ബന്ധമുണ്ട് എന്നും PV അൻവർ ആരോപിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും അൻവർ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ: ഒന്ന്, കസ്റ്റംസിൻ്റെ ഗോൾഡ് അപ്രൈസറാണ് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നയാൾ. അദ്ദേഹം കാലങ്ങളായ സ്വർണ്ണ പണിക്കാരൻ തന്നെയാണ്. ആ ഉണ്ണികൃഷ്ണൻ അടുക്കലാണ് പോലീസും ഈ സ്വർണം ഉരുക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി പോയിരുന്നത്. കസ്റ്റംസിൻ്റെ അപ്രൈസറായ ഉണ്ണികൃഷ്ണൻ്റെ അടുക്കൽ പോലീസ് എങ്ങനെയാണ് ഇത്തരത്തിൽ സ്വർണം ഉരുക്കാൻ പോകുന്നത് എന്നാണ് അൻവർ ഉന്നയിക്കുന്ന ചോദ്യം. മാത്രമല്ല, ഈ കസ്റ്റംസ് പോലീസ് പിടിക്കുന്ന സ്വർണം അത് സ്വർണ്ണ മിശ്രിതമാണെങ്കിൽ തന്നെ ഉരുക്കുന്നതിന് നിയമസാധ്യതയെക്കുറിച്ച് സംശയം നിലനിൽക്കുമ്പോൾ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ പോലും ഉണ്ണികൃഷ്ണൻ്റെ അടുക്കൽ പോയി പോലീസ് ഒരുക്കിയിരുന്നു. അത്തരത്തിൽ പോലീസ് രൂപമാറ്റം വരുത്തിയിരുന്നു എന്നാണ് അൻവർ ആരോപിക്കുന്നത്. അങ്ങനെ രൂപമാറ്റം വരുത്തുമ്പോൾ ആ വലിയ അളവിൽ ക്രമക്കേടുകൾ നടത്തുന്നു. പിടികൂടിയ സ്വർണം 1 കിലോഗ്രാം ആണെങ്കിൽ അതിൽ കുറഞ്ഞ അളവിൽ മാത്രമേ രേഖപ്പെടുത്തിയിരുന്നു എന്നാണ് PV അൻവർ ആരോപിക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളെ തന്നെ ഉണ്ണികൃഷ്ണൻ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. വിനീത, ശരി. അഷ്കർ അലി കരിമ്പയാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. റിനു ശ്രീധർ കൂടി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. റിനു, ഇപ്പോൾ അന്വേഷണ സംഘം DGPയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരിക്കുന്നു. എന്തായിരിക്കും തുടർ നീക്കങ്ങൾ? പ്രത്യേകിച്ച് ADGPക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്നത് അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സ് ഉൾപ്പെടെയാണ്, കീഴുദ്യോഗസ്ഥർ ഉൾപ്പെടെയാണ്. അതിനെയാണ് ഇന്നിപ്പോൾ PV അൻവർ MLA പരിഹസിക്കുന്നത് നമ്മൾ കണ്ടത്. പ്രതിപക്ഷവും ഇതിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്.